കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ ഏവർക്കും സ്നേഹവന്ദനം. എൻ്റെ സബ്ജക്റ്റ് ദശാംശം അളന്നിട്ട് വിശ്വാസികളെ സ്നേഹിക്കുന്ന പാസ്റ്റർമാർ. ആദിമ കാലഘട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിന് മുമ്പായാലും അതിൻ്റെ ശേഷമായാലും ദശാംശം കൊടുക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വേദപുസ്തകത്തിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെയെല്ലാം ഞാൻ വായിച്ചറിഞ്ഞതും ഞാൻ പഠിച്ചതുമായ ഒരു കാര്യമുണ്ട്. അന്നത്തെ ദൈവദാസന്മാരാകട്ടെ, പുരോഹിതന്മാരാകട്ടെ, ദശാംശം കൈക്കൊണ്ട അപ്പോസ്തലന്മാരാകട്ടെ, ഇവരെല്ലാം വിശ്വാസികളെല്ലാം ഒരു തലത്തിൽ ഒരേ അളവിലാണ് സ്നേഹിച്ചത്. ഇങ്ങനെ ഞാൻ പറയുവാൻ കാരണം എന്താ ചോദിച്ചാൽ, ഇന്ന് ദശാംശം കൂടുതൽ കൊടുക്കുന്നവരെ കുറേ സ്നേഹിക്കും. ഇനി ദശാംശം കൊടുത്തില്ലെങ്കിലോ അവരെ വീടുകളിൽ പോകില്ല, അവരോട് വലിയ സ്നേഹം പ്രകടിപ്പിക്കില്ല, അവരോട് കൂടുതൽ മിണ്ടുകയില്ല. ഇങ്ങനെ കുറെ ദൈവദാസന്മാരുണ്ട്. ഒരു കാര്യം മനസ്സിലാക്കാം, പൗലോസ്ലീഹ പറയുന്നുണ്ട്, അധ്വാനിച്ച് ജീവിക്കുന്ന പാസ്റ്റർമാരോട് പറയുന്നുണ്ട്, ഈ വിശ്വാസികൾ എന്ന് പറയുമ്പോൾ ദശാംശം തരാൻ പ്രാപ്തിയില്ലാത്ത ദൈവമക്കളുണ്ട്. അങ്ങനെ കൂലിപ്പണിക്കൊക്കെ പോകുന്നവർക്ക് എപ്പോഴും ദശാംശം തരുന്ന കഴിഞ്ഞിന് വരികയില്ല. ദശാംശം എന്ന് പറഞ്ഞാൽ തന്നെ ഇല്ലായ്മയിൽ നിന്നും ദൈവമക്കൾ തരുന്ന ദാനമാണ്. അപ്പോൾ ആ ദാനം നമ്മൾ അനുഭവിക്കുമ്പോൾ, അല്ലെ ആ ദാനം നമ്മൾക്ക് ലഭിക്കുമ്പോൾ, 10 രൂപയാലും 100 രൂപയാലും ദൈവമക്കൾ തരുന്ന ദശാംശം ദൈവദാസന്മാർ സ്വത്രം പറഞ്ഞത് ഏറ്റെടുക്കുകയാണ് ചെയ്യേണ്ടത്. ചില ദൈവദാസന്മാരുണ്ട്, അയ്യോ അവർ ദശാംശം തന്നില്ലെന്ന് പറഞ്ഞ് അവരെ കുറ്റിപ്രസംഗിക്കുന്നവരുണ്ട്. ഇതൊന്നും ഒരിക്കലും ശരിയായ കാര്യമല്ല. കാരണം ബൈബിൾ പഠിക്കുമ്പോൾ ഒരിക്കൽ പൗലോസ്ലീഹ പറഞ്ഞൊരു കാര്യമുണ്ട്. ഫിലിപ്പിയ സഭയെക്കുറിച്ചാണ് എനിക്ക് തോന്നുന്നു. അവർ സാമ്പത്തികത്തിൽ വളരെ പുറകെ നിൽക്കുന്ന ചർച്ചാണ് ഫിലിപ്പീൻസ് സഭ. അപ്പോൾ പലപ്പോഴും അവരെ ഇല്ലായ്മയിൽ നിന്നും പൗലോസിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ സഭയെ ദൈവം അനുഗ്രഹിച്ചു. കാരണം ചില വ്യക്തികൾക്ക് കൊടുക്കുവാൻ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് തരുവാൻ അവർക്ക് സാധിച്ചെന്ന് വരികയില്ല. ഒന്നോർക്ക് ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വിശ്വാസിയുടെ കുടുംബം അവരെപ്പോഴും ദശാംശം വെക്കുക അല്ലെങ്കിൽ ദശാംശം തരിക എന്ന് പറഞ്ഞ് ഒരിക്കലും സാധിക്കണം. അവർക്കും അവരുടെ കുടുംബകാര്യങ്ങൾ നോക്കണം, അവരുടെ ആയ വ്യക്തിപരമായ കാര്യങ്ങൾ കൊണ്ടുപോകണം. ഈ ചർച്ചിന്റെ മറ്റ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാനൊപ്പം തന്നെ അവർക്ക് അവരുടെ ആയ കാര്യങ്ങളും കൊണ്ടുപോകണ്ടേ. ഒരിക്കൽ ഞാനൊരു ചർച്ചിൽ പോയി. ആ ചർച്ചിൽ പോയപ്പോൾ അവിടുത്തെ ദൈവദാസൻ ദശാംശം തരവില്ലാത്തവരെയൊക്കെ കുറ്റിപ്രസംഗിക്കണ ഞാൻ കേട്ടു. എനിക്ക് വളരെ സങ്കടം തോന്നി. കാരണം അവിടെ 2-3 പാവപ്പെട്ട കുടുംബങ്ങളുണ്ട്. വലിയ സാമ്പത്തികമൊന്നുമില്ല, സാധാരണ കുടുംബം. പ്രിയപ്പെട്ടവരെ, എപ്പോഴും എല്ലാ തലത്തിലല്ല മനുഷ്യന്റെ ജീവിതം. അത് ഈ ഉപദേശിമാരെല്ലാം മനസ്സിലാക്കിയാൽ കൊള്ളാം. എപ്പോഴും ഇപ്പോൾ ഞാൻ ആന്ധ്രാപ്രദേശ് പലപ്പോഴും ദൈവവേലയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. ആന്ധ്രയുടെ ദേശത്ത് ദൈവമക്കൾ എനിക്ക് 10 രൂപയൊക്കെ തരാറുണ്ട്. ഞാൻ എൻ്റെ അനുഭവം പറയുകയാണ്. ഞാൻ ആന്ധ്രാപ്രദേശ് മിൻസ് ചെയ്യാൻ പോകുമ്പോൾ എനിക്ക് 10 രൂപ, 5 രൂപയുടെ നാണയത്തട്ട 100 രൂപയൊക്കെ തരും. ഞാൻ ഒരിക്കലും പറയാറില്ല, അയ്യോ എനിക്ക് 5 രൂപ കിട്ടി. ചില സമയങ്ങളിൽ നമ്മൾ ആന്ധ്രാപ്രദേശ് ചില ഗ്രാമങ്ങളിലൊക്കെ മിനിസ്ട്രിക്ക് ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ അവർ നമുക്ക് 2 രൂപ, 3 രൂപ ഇതൊക്കെ തരുന്നത്. അയ്യോ അവർക്ക് എനിക്ക് പൈസ തന്നില്ല, അല്ലെ അവരെനിക്ക് ദശാംശം തന്നില്ലെന്ന് പറഞ്ഞ് ഞാൻ ഒരിക്കലും കാരണം അവർക്കില്ല. സത്യത്തിൽ അവർക്ക് തരുവാൻ അവർക്കുള്ള 10 രൂപയാണെങ്കിൽ ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കും. ഇതുവരെ ഞാൻ പല ചർച്ചുകളിൽ, ആന്ധ്രയിലെ പല ചർച്ചുകളിൽ പോകുമ്പോഴും പലരും കുറച്ച് 100 രൂപ, 10 രൂപ, 50 രൂപയൊക്കെ തരുമ്പം ദശാംശമാണ് പാസ്റ്റർ എന്ന് പറഞ്ഞാണ് അവർ തരുന്നത്. കാരണം അവർക്ക് അത്രേ തരാനുള്ളത്. എന്ന് വെച്ച് ഞാൻ അവരാരും കുറ്റി പ്രസംഗിക്കാറില്ല. കാരണം അവരെല്ലാവരും ഞാൻ ഒരേ തലത്തിലാണ് സ്നേഹിക്കുന്നത്. കുറച്ച് തരുന്നവരെയും കൂടുതൽ തരുന്നവരെല്ലാം ഞാൻ ഒരേ അളവിലാണ്. കാരണം ഒരു ദൈവദാസൻ അങ്ങനെ ആയിരിക്കണം. ദശാംശം കുറച്ച് തരുന്നവരെയും കൂടെ തരുന്നവരെ 2 രീതിയിലല്ല സ്നേഹിക്കേണ്ടത്. അവർ ഒരേ തലത്തിൽ സ്നേഹിക്കുവാൻ ഇടയന്മാർ പഠിച്ചിരിക്കണം. ഇന്നത്തെ ഇടയന്മാർക്ക് അതിന് കഴിയില്ല. ദശാംശം കൂടുതലുള്ള ഞാൻ പലപ്പോഴും ഈ ശുശ്രൂഷ മേഖല നിൽക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു അനുഭവം ഞാൻ പറയുന്നുള്ളത്. നിങ്ങളുടെ അനുഭവം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി കേട്ടോ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്.
എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പലപ്പോഴും പല ദൈവദാസന്മാരെ കണ്ടുപഠിച്ചിട്ടുള്ളതുകൊണ്ടാണ് ദശാംശം കൊടുക്കുമ്പോൾ അവരോട് ഭയങ്കര സ്നേഹവും അവരോട് ഭയങ്കര ആലംഘനയും ഭയങ്കര സ്നേഹവും എപ്പോഴും അവരെ വീട്ടിൽ പോകുക പല കാര്യങ്ങളാണ്. ഈ ഒരു കാര്യം മനസ്സിലാക്കണം പ്രിയപ്പെട്ടവരെ, ദശാംശം എന്നുള്ള ദൈവമക്കൾ സന്തോഷത്തോടെ ഒരു ദൈവദാസന് തരുന്നത് ചിലപ്പോൾ ഒരു ബസ് അവരെ കഷ്ടപ്പാടിൽ നിന്നും ദൈവത്തിനു വേണ്ടി മാറ്റിവെച്ചൊരു ഭാഗമായിരിക്കും. ഒരു കാര്യം നമ്മൾ ഓർത്താൽ കൊള്ളാം, ദൈവദാസന്മാര് നമ്മളെപ്പോലെ വെറുതെ ഇരുന്ന് തിന്നുന്നവരല്ല ഈ വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ. അവര് നമ്മളെല്ലാം ചർച്ചിൽ ഒരു ഞായറാഴ്ചയ്ക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ അവരെല്ലാം ഈ കൊടും വെയിലറ്റും ഒക്കെ പോയി പണി ചെയ്ത് കഷ്ടപ്പെട്ട് അവർക്ക് കിട്ടുന്ന 100 രൂപ 1000 രൂപ അതിലൊരു ഭാഗമായിരിക്കും നമുക്ക് വേണ്ടി അവർ ദൈവനാമത്തെ കൊണ്ടുവരണം. അത് ചെറിയതായാലും വലിയതായാലും എന്താണ് അത് സന്തോഷത്തോടെ സ്വീകരിക്കണം. അവിടെ എന്നോടൊരു ദൈവദാസൻ പറഞ്ഞത്, അത് ഞാൻ ഇവിടെ ബൈബിൾ കോളേജിൽ പഠിക്കുമ്പോൾ ഞാനൊരു ചർച്ചിൽ പോയപ്പോൾ, ദേവദാസ ഈ വിശ്വാസികളൊന്നും ദശാംശം തരണം, ഞാൻ എങ്ങനെ മുമ്പോട്ട് പോകും? ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാം, പൗലോസിനെ കണ്ടുപഠിക്കുക, അപ്പോസ്തലനായ പൗലോസിനെ നിങ്ങൾ കണ്ടുപഠിക്കുക. അദ്ദേഹം എന്റേത് സുവിശേഷ വേലയും ജോലിയും കൂടെ ചെയ്തിരുന്നു. ഒരു വിശ്വാസികൾ ദശാംശം താന്ന് പറഞ്ഞ് പുറകെ നടന്ന് വെല്ലുവിളിക്കുന്ന സ്വഭാവം അപ്പോസ്തലനായ പൗലോസിനില്ലായിരുന്നു. ഇനി വിശ്വാസികളെല്ലാം കൊടുത്ത സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ഒരു വ്യക്തിയാണ് പൗലോസ്. നിങ്ങൾക്കറിയാം ഫിലിപ്പീൻ സഭയെ കുറിച്ച് ഏറ്റവും അപ്പോസ്തലനായ പൗലോസിന്റെ സഭ ജീവിതത്തിൽ ഏറ്റവും ദാരിദ്ര്യ തലത്തിൽ കിടക്കാണ് ഫിലിപ്പീൻ സഭ. അവർ പോലും അവരെ ഇല്ലായ്മ ഒരു വട്ടം പൈസ കൊടുത്തപ്പം പൗലോസ് കണ്ണുനീരോട് അത് സ്വീകരിച്ചു. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം പൗലോസ് എല്ലാവരും ഒരേ തലത്തിലാണ് സ്നേഹിച്ചത്. ഇനി യേശുക്രിസ്തുവിനും പലരും സ്വത്രാഴ്ച കൊടുത്തതായി ബൈബിളിൽ പറഞ്ഞു. യേശുക്രിസ്തു എല്ലാവരും ഒരേപോലെ സ്നേഹിച്ചു. പക്ഷേ യേശുക്രിസ്തുവിന്റെ അനുരാഗികളും യേശുക്രിസ്തുവിന്റെ സുവിശേഷ വേല ചെയ്യുന്ന നമുക്ക് അതെന്താ കഴിയാത്തതെന്നാണ് ഞാൻ ചോദിച്ചു വന്ന സാരാംശം. യേശുക്രിസ്തു എല്ലാവരും ഒരേ തലത്തിൽ സ്നേഹിച്ചു. അപ്പോസ്തലനായ പൗലോസ് കുറെ സഭകൾ സ്ഥാപിച്ച വ്യക്തിയാണ്. അപ്പോസ്തലനായ പൗലോസ് അദ്ദേഹത്തിനും വിശ്വാസികൾ ദശാംശഭാഗം കൊടുത്തിട്ടുണ്ട്. ഞാൻ മുന്നേ പറയാം, ഫിലിപ്പീൻ സഭ ഏറ്റവും ദശാംശം കുറച്ച് കൊടുക്കുന്ന സഭ ആണ്. അവർ അല്പം സാമ്പത്തിക നിരക്കത്തെ താഴ്ന്നു കിടക്കുന്ന സഭയാണ്. പൗലോസ് കൊരിന്ത്യൻ സഭയെ കൂടുതൽ സ്നേഹിച്ച് ഈ പൈസ കുറച്ച് തരുന്ന ഫിലിപ്പീൻ സഭയെ ഇച്ചി താഴ്ന്ന രീതിയിലല്ല സ്നേഹിച്ച. പൗലോസ് എല്ലാവരും ഒരു തലത്തിലാണ്. പൈസ കുറച്ച് തന്നെ ഫിലിപ്പീൻ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അതുപോലെ തന്നെ പൈസ കൂടുതൽ തരുന്ന എഫേസസ് സഭയ്ക്ക് വേണ്ടിയും ഗലാത്യ സഭയ്ക്ക് വേണ്ടിയും എബ്രായ സഭയ്ക്ക് വേണ്ടി ഇവരെ എല്ലാവർക്കും പൗലോസ് ഒരു തലത്തിലാണ് സ്നേഹിച്ചത്. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവ ലോകത്തിൽ നിങ്ങൾ നോക്കണം, ഞാൻ പറയുന്ന തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ അഭിപ്രായങ്ങൾ പറയാം. ഞാൻ തെറ്റല്ല, എന്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പലരിൽ നിന്നും പഠിച്ച കാര്യമാണ് പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ തന്നെ ഇഷ്ടം പോലെ അനുഭവം പറയാനുണ്ട്. ദശാംശം തഴുകയില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കൂല പാസ്റ്റർമാര്. ഇവരൊക്കെ ഏത് അഭിഷേകം പ്രാപിച്ചതാണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവരിലൊക്കെ പകർന്നിരിക്കുന്ന ക്രിസ്തുവിന്റെ അഭിഷേകമാണോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ചൊക്കെ പഠിക്കുക. കുറഞ്ഞ ദശാംശം കൊടുക്കുന്നവരെയും ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നവരെയൊക്കെ ഒരു തലത്തിൽ അദ്ദേഹം കണ്ടു പ്രാർത്ഥിച്ചു. അദ്ദേഹം തീമത്തോസിനും ടീറ്റോസിനൊക്കെ ക്ലാസ് എടുക്കണ ദാസന്മാരൊന്ന് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ എന്റെ ദശാംശമൊക്കെ വിശ്വാസികളോട് ചോദിച്ചു വാങ്ങും. ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഞാൻ ഇത്രയും തുറന്നു പറയാൻ കാരണം എന്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ അനുഭവമുണ്ട്. ഞാൻ അത് തുറന്നു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു വട്ടം ഞാൻ തുറന്നു പറയാൻ പ്രിയ, എനിക്ക് എന്തിനാ മടിക്കുന്നത്. ദശാംശം ചില സമയത്ത് നമുക്ക് ദശാംശം കൊടുക്കാൻ പറ്റുന്ന വഴിയില്ല. ഞാൻ ദശാംശം കൊടുക്കുന്ന അന്ന് എന്റെയും പ്രാർത്ഥിക്കും ദൈവദാസൻ. ദശാംശം കൊടുക്കുകയില്ല അന്ന് എന്റെ കുടുംബത്തിനോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. ഇഷ്ടം പോലെ അനുഭവങ്ങൾ എനിക്ക് പറയാനുണ്ട്. ഈ പൈസയെ അളർന്ന് സ്നേഹിക്കുന്ന ദൈവദാസന്മാരുണ്ട്. ഇവരൊക്കെ എന്തിനാണ് ഒരു ദൈവദാസൻ എങ്ങനെയായിരിക്കുമെന്ന് തീത്തോസിന്റെ ലേഖനത്തിൽ വായിക്കുന്നു. തീമത്തോസിന്റെ ലേഖനത്തില് 2-ാമത്തായാണ് എനിക്ക് തോന്നുന്നത്. ദൈവത്വം പാടില്ലെന്ന ഒരു ദൈവദാസന് സാമ്പത്തിക കാര്യത്തില് പൈസ എന്നൊരു ചിന്ത ഒരു ദൈവദാസന് പാടില്ല. മനസ്സിലായോ? അത് പൗലോസ് എടുത്തു തന്നെ പറയുന്നുണ്ട്. പൈസ എന്നൊരു ചിന്ത ഒരു ദൈവദാസന്റെ ബുദ്ധിയിലോ മറ്റു കാര്യത്തിൽ, കാരണം അവനെ കരുതുന്നത് അല്ലെങ്കിൽ ഒരു ദൈവദാസനെ കാക്കുന്നതും സംരക്ഷിക്കുന്നതും ദൈവമാണ്. അവന് വേണ്ടുന്ന എല്ലാം. ഇപ്പോ ആദ്യത്തെ ദശമഭാവം
പഠിക്കുന്നതായി നമ്മൾ വായിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിലാണ്. അവിടെ അബ്രഹാം മൽക്കിയദേസിന് ദശാംശം കൊടുക്കുന്നതായി അവിടെ വേദപുസ്തകത്തിൽ രേഖപ്പെടുന്നുണ്ട്. മൽക്കിയദേസിന് ദശാംശം അബ്രഹാം കൊടുക്കുന്നതിൻ്റെയാണ് വലിയൊരു അത്ഭുതം കണ്ടതിന്റെ പേരിൽ അല്ലെ തന്നെ ആ ഒരു ഇതില്. അപ്പോൾ അതിന്റെ കാര്യം അതിന്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ നമുക്കറിയാനാണ്. അപ്പോൾ വളരെ സന്തോഷത്തോടാണ് അബ്രഹാം കൊടുത്തത്, വളരെ വളരെ സന്തോഷത്തോടെ. അപ്പോ ഇനി ദശാംശം അബ്രഹാം കൊടുത്തു, ലോത്ത് കൊടുത്തില്ല. ഈ സലോം രാജാവായ മൽക്കേസ് ഈ അബ്രഹാമിനെ ഈ ലോത്തിനെ രണ്ട് രീതിയിലാണ് സ്നേഹിച്ചത്. അവിടെ അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. ഇനി യേശുക്രിസ്തുവിന്റെ കാലഘട്ടത്തിലേക്ക് അന്നും ദശാംശം കൊടുത്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. യേശുക്രിസ്തു തന്നെ എടുത്തു പറയുന്നുണ്ട് ദശമഭാവത്തെ കുറിച്ച് ലൂക്കോസിലും മത്തായിലൊക്കെ. അപ്പോ അതുപോലെ തന്നെ അത് ആരെയും കാണിക്കാൻ വേണ്ടിയോ അല്ലെ ആരെങ്കിലും പ്രസാദിക്കാൻ വേണ്ടി അല്ല നമ്മൾ ഈ ദശമഭാവം കൊടുക്കുക. അതൊക്കെ ദൈവത്തിന് നമ്മളെ ഒരു വേളയിൽ നടത്തി പോറ്റി പുലർത്തി ആ ദൈവം നമ്മളെ നടത്തിയതിൽ നിന്നും ഒരു ദൈവത്തോടുള്ള ഒരു നന്ദി അല്ലെങ്കിൽ ദൈവത്തോടുള്ള കടപ്പാട് അങ്ങനെയൊക്കെ വിശേഷിപ്പിക്കാനാണ് ഞാൻ ഈ ദശാംശം കൊണ്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു 7 ദിവസം അല്ലെ 6 ദിവസം നിങ്ങൾ അധ്വാനിച്ചു. ആ 6 ദിവസം അധ്വാനിക്കാൻ നമുക്ക് യേശുക്രിസ്തു ബലം തന്നു, അല്ലെ ദൈവം നമുക്ക് ശക്തിയും എനർജിയൊക്കെ തന്നു. അപ്പോ നമ്മൾ ഈ 6 ദിവസം നമുക്ക് ലഭിച്ച സാമ്പത്തികത്തിൽ നിന്നും ഒരു ഇച്ചിരി ഭാഗം അല്ലെ ഒരു 10-1 അല്ലെ 10% നമ്മൾ യേശുക്രിസ്തുവിന് ദശമഭാവമായി കൊടുക്കുന്നത് നല്ല കാര്യമാണ്. കാരണം എന്താ, നമ്മൾക്ക് വേണ്ടി ഈ 6 ദിവസം നമുക്ക് ജോലി ചെയ്യുവാൻ, ഈ 6 ദിവസം നമ്മളെ നടത്തിയ ദൈവത്തിന് ദശമഭാവം കൊടുക്കാൻ കഴിവില്ലാത്തവർ കൊടുക്കാതെ ഇരിക്കാൻ നമുക്ക് നിർവേദമാണ്. കാരണം എല്ലാവർക്കും എപ്പോഴും കൊടുക്കാൻ പറ്റും. കാരണം ഇപ്പം ഞാൻ പറഞ്ഞു, നമ്മളെ കുടുംബ ജീവിതം നോക്കുക, നമ്മളെ കുടുംബത്തിൽ പല വിഷയങ്ങളുണ്ട്. അതൊന്നും ഈ പാസ്റ്റർമാർക്കൊന്നും അറിയത്തില്ല ദൈവമക്കളെ. കാരണം അവർക്ക് ഈ ദശാംശം വേണം, അവർക്ക് അവരുടെ ആയ കാര്യങ്ങൾ നടക്കണം. മറിച്ച് ഞാൻ പറഞ്ഞിട്ട് മറ്റ് വിശ്വാസികളെ സാഹചര്യങ്ങളും കൂടെ പാസ്റ്റർമാർ മനസ്സിലാക്കി പെരുമാറുവാൻ കൂടെ തയ്യാറാകണം. എപ്പോഴും ദശാംശം താ വഴിപാട് സഭയിലേക്ക് ഇങ്ങോട്ട് ദശാംശം കൊണ്ടുപോവാ, അതിതാ എന്ന് പറയുന്നതിന് പകരം ഒരു വിശ്വാസി എങ്ങനെയാണ് അവന്റെ ജീവിതത്തിൽ മുമ്പോട്ട് പോകണമെന്ന് ഏതെങ്കിലും ദൈവദാസന്മാർ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും സമയങ്ങളിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ലോൺ എടുത്ത വിശ്വാസികളുണ്ട്. പല കാര്യങ്ങൾക്ക് കൊച്ചുങ്ങളെ പഠിപ്പിക്കാനോ അല്ലെ വീട് പണിക്കോ ഇവർക്ക് ലഭിക്കുന്നതിന്റെ ഒരു ഭാഗം ഈ ലോൺ അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണം. അങ്ങനെ കുറെ കാര്യങ്ങൾക്ക് അവരുടെ ആയ സാമ്പത്തിക അതിൽ നിന്നും ഒരു ഭാഗമാണ് അവർക്ക് ദൈവം തരുന്നതിന്റെ ഒരു ഭാഗമാണ് ദൈവദാസൻ. അത് സ്തോത്രത്തോടെ അത് സ്തോത്രത്തോടെ വാങ്ങിച്ച് കഴിച്ച് സ്തോത്രം പറയുക എന്നുള്ളതാണ് ഒരു ദൈവദാസന്റെ കടമ. ഞാൻ പറഞ്ഞോളൂ, ഞാൻ ആന്ധ്രാപ്രദേശ് നീണ്ട ചില വർഷങ്ങൾ അവിടുത്തെ ഡൊമിനിക് പാസ്റ്റർ, ജോൺ പാസ്റ്റർ എന്ന് പറഞ്ഞ ദൈവദാസന്മാരൊപ്പം കർത്താവിന്റെ വേല ചെയ്തൊരു വ്യക്തിയാണ്. ഇപ്പോൾ ഞാൻ കേരളത്തിലൊരു കോളേജിന്റെ ഒരു പദവിയിൽ ഞാൻ ആയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ നീണ്ട ചില വർഷങ്ങൾ ആന്ധ്രാപ്രദേശിൽ നിന്നപ്പോൾ എനിക്ക് 10 രൂപ 100 രൂപയൊക്കെ അവിടുത്തെ വിശ്വാസികൾ തരുന്നത്. ആ സമയത്ത് ഞാൻ സ്തോത്രം പറഞ്ഞു, അയ്യോ എനിക്ക് ഇത്രയും പൈസ വേണം ദശാംശം. ഞാൻ ഒരിക്കലും പറയും, കാരണം അവരെ ഇല്ലായ്മനും അവർ തരുന്നതാണ്. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആന്ധ്രയിൽ ജോൺ പാസ്റ്റർ, ഡൊമിനിക് പാസ്റ്ററൊക്കെ ഉണ്ട്. അവരൊപ്പം പല വട്ടം ഞാൻ ദൈവവേലയ്ക്ക് പോകുന്ന പറ്റിയാണ്. കേരളത്തിന് മാസങ്ങളോളം പോയി ഞാൻ ദൈവവേല ചെയ്യുന്ന പറ്റിയ അവിടെയുള്ള വിശ്വാസം ആന്ധ്രയിലാകട്ടെ തമിഴ്നാടാകട്ടെ ഇവിടെയുള്ള വിശ്വാസം നമുക്ക് 2 രൂപ 1 രൂപ 3 രൂപ 10 രൂപ 100 രൂപയൊക്കെ ഇവർ തരുന്നത്. ഞാൻ ഒരിക്കലും സമ്പാദ്യം ആഗ്രഹിച്ചല്ല ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. അല്ലെങ്കിൽ ദശാംശം അളർന്നു കുറിച്ചിട്ടൊന്നുമല്ല ഞാൻ വിശ്വാസം സ്നേഹിക്കുന്നത്. എനിക്ക് അന്നും ഇന്നും തരുന്നവരെയും തരാത്തവരെ ഒരു രീതിയിലാണ് ഞാൻ സ്നേഹിക്കുന്നത്. കാരണം എൻ്റെ റൂമിൽ കറണ്ട് പോയി, അതുകൊണ്ടാണ് ഞാൻ വെളിയിലേക്ക് ഇറങ്ങിയത്. കറണ്ട് വന്നിട്ടുണ്ട്. അപ്പം പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ജീവിതത്തിൽ, ഞാൻ ഒരിക്കൽ വേറൊരു ചർച്ചിൽ പോയപ്പം അവിടുത്തെ ഒരു ദൈവദാസൻ ഇതുപോലെ തന്നെ പ്രസംഗിക്കുക. ആ ദൈവദാസൻ പറയുക, ദശാംശം അടുത്ത ആഴ്ച തൊട്ട് വെക്കണം, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ കീറിക്കളയും. ഞാൻ ദശാംശം കൊടുത്തിട്ട് നീണ്ട ഒരു 2-3 അങ്ങനെ കീറിക്കളയുന്ന ദൈവമാണെങ്കിൽ എന്നെ എൻ്റെ കീറിക്കളയട്ടെ.
എൻ്റെ കയ്യിൽ ബൈബിളും ഇരിപ്പുണ്ട്. കർത്താവിന് എല്ലാവരും സാഹചര്യം അറിയാം. ഈ സഭയിലെ ശുശ്രൂഷമാർക്ക് സാഹചര്യം അറിയത്തില്ലെങ്കിലും ഒരു ദൈവാസന്റെ വായന പുറപ്പെട്ട ദശാംശം തന്നെ ദൈവം നിങ്ങൾക്ക് കീറിക്കളയും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുകയില്ല. എന്നിട്ടും വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടാൻ കാരണം എന്താ? ഇതുപോലെ. കാരണം ഈ ദൈവദാസന്മാർക്കെല്ലാം സാമ്പത്തികം, പൈസ. ഈ പൈസയുടെ ആത്മാവ്, ഈ എന്താ പറഞ്ഞ ബിലയാമിനെ പോലെ പൈസയുടെ മോഹം കയറി. തുറന്ന് ഞാൻ പറയുകയാണ്, എനിക്ക് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. തുറന്ന് ഞാൻ പറയുക, ഇഷ്ടപ്പെടുന്നവർക്ക് കേൾക്കാം, അല്ലാത്തവർക്ക് കേൾക്കാതെ ചെവി അടച്ചു പോകാം. എൻ്റെ അനുഭവത്തിന് ഞാൻ പറഞ്ഞു. ഞാൻ പലയിടങ്ങളിലും മീറ്റിങ്ങിന് പോയി അറിഞ്ഞും കേട്ടും കാര്യങ്ങൾ പറയുന്നത്. ബിലയാമിന്റെ ചിന്ത എന്താണെന്നറിയാവോ? ദൈവം പറഞ്ഞടാ പോകല്ലടാ പോകലെന്ന് പറഞ്ഞു. മുമ്പിൽ ഇരിക്കണ പൈസയും ഇതെല്ലാം കണ്ടപ്പോൾ അവന് എന്താ പറയേണ്ടത്? ദൈവമക്കളെ, അവന് വളരെ താല്പര്യം തോന്നി. അവൻ എന്ത് ചെയ്ത് പോയി. പക്ഷെ ചെയ്യേണ്ട കാര്യം ദൈവോടെ ചെയ്യിപ്പിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ ഒന്ന് ഓർക്കണം, ഈ പൈസ എന്നൊരു കാര്യം നിങ്ങൾക്ക്. ഞാൻ ബൈബിൾ ഒന്ന് എടുക്കട്ടെ. അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ബൈബിളില്. തീത്തോസ് ആണോ തീമത്തോസ് ആണോ? തീത്തോസ് ആണ് എനിക്ക് തോന്നുന്നു. തീമത്തോസ് 3-ാം അധ്യായം. അതിന്റെ അവിടെ 3ഉം 4ഉം വാക്യങ്ങളുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളൊന്ന് വായിച്ച് കേൾപ്പിക്കാം. തീമത്തോസിന്റെ 1 തീമത്തോസ് 3-ാം അധ്യായം 3ഉം 4ഉം വാക്യങ്ങള്. മദ്യപ്രിയനും തല്ലുകാരനും ആകരുത്, ശാന്തനും കലഹിക്കാത്തവനും ദ്രവത്വം ആഗ്രഹമില്ലാത്തവനും സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിക്കുവാൻ അറിയാത്തവൻ ദൈവസഭയെ എങ്ങനെ പരിപാലിക്കും? നിഗളിച്ചിട്ട് പിശാചിന് വന്ന ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കാൻ പുതിയ ശിഷ്യനാകരുത്. നിന്നയിലും പിശാചിന്റെ കെണിയിലും കുടുങ്ങാതിരിക്കാൻ പുറമെയുള്ളവരോട് നല്ല സാക്ഷ്യം പ്രാപിച്ചവനുമായിരിക്കണം. ആ വണ്ണം ശുശ്രൂഷകന്മാർ ഗണനശാലികളായിരിക്കണം. ഇരുവാക്കുകാരും മദ്യപാനക്കാരും ദുർബലമോഹികളുമാകരുത്. അവ വിശ്വാസത്തിന്റെ മർമ്മം ശുദ്ധ മനസ്സാക്ഷിയിൽ വെച്ച് കൊള്ളുന്നവരായിരിക്കണം. അവരെ ആദ്യം പരീക്ഷിക്കണം. അജ്ഞരായി കണ്ടാൽ അവർ ശുശ്രൂഷ ഏൽക്കട്ടെ. ആ വണ്ണം അങ്ങനെ കുറെ കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അപ്പോസ്തലനായ പൗലോസ് ലീഗ തീമത്തോസിനോട് ദൈവത്വം ആഗ്രഹിക്കരുത് ഒരു ദൈവദാസൻ. നമ്മളെ ഈ പൈസ തരുന്നവരെ സ്നേഹിക്കുക, പൈസ തരാത്തവരെ സ്നേഹിക്കുക. ഇങ്ങനെ കുറെ പേരുണ്ട്. അങ്ങനെ ഉള്ള കുറെ പാസ്റ്റർമാരുണ്ട് വിശ്വാസികളെ. ഞാൻ പാസ്റ്റർമാരെ കുറ്റം പറയുന്നതല്ല, പക്ഷെ എനിക്കത് ഭയങ്കര വിഷമമായിപ്പോയി. 2-3 സഭയിൽ പോയപ്പോൾ ഇങ്ങനെ കേട്ടപ്പോൾ ദശാംശം തരണം, ഈ ചോദിച്ചു വാങ്ങേണ്ടതല്ല ഈ ദശാംശം. കർത്താവിന്റെ അപ്പോസ്തലന്മാരോ എവിടെങ്കിലും നിങ്ങൾ ഈ 66 പുസ്തകങ്ങൾ, ഇനി കത്തോലിക്കക്കാർക്ക് അതിലും കൂടുതലുണ്ട്. 79 അടുത്തെങ്ങാണ്ട് പുസ്തകമുണ്ട് ഈ കത്തോലിക്ക പുസ്തകത്തില്. നമ്മുടെ കയ്യിരിക്കുന്ന വിശുദ്ധ പുസ്തകത്തിൽ 66 പുസ്തകമുണ്ട്. ഈ 66 പുസ്തകം നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ എന്റെ കമന്റ് ബോക്സിലൊന്ന് അഭിപ്രായം പറയണം. കർത്താവായ യേശു ക്രിസ്തുവോ അവർ അപ്പോസ്തലന്മാരോ ദശാംശത്തിന്റെ പേരിൽ ഏതെങ്കിലും വിശ്വാസികളെ വേദനിപ്പിച്ചതായി ഒരു വേദവാക്യം നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അതിൽ ദശാംശം താ എന്ന് പറഞ്ഞിങ്ങനെ ഈ രാപ്പകൽ നിലവിളിക്കണ ഏതെങ്കിലും ദൈവദാസന്മാരെ എനിക്ക് ഈ വേദപുസ്തകം എടുത്ത് കാണിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞ പൗലോസിന്റെ ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ. പൗലോസ് പറഞ്ഞെന്താണെന്നറിയാം? പൗലോസ് കൊരിന്ത്യ സഭയിൽ പോകുന്ന സമയത്തും കൊരിന്ത്യ പട്ടണത്തില് ഈ ആശാരിപ്പണിക്ക് പോകുമായിരുന്നു. ഈ പൗലോസ് തടിപ്പണിക്ക് പോകുമായിരുന്നു. അങ്ങനെ ആയിരിക്കും ദൈവാസന്മാർ ഈ ജോലിയൊക്കെ ചെയ്തെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല. ഞാനും ഒരു ദൈവാസം, ഞാനും ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് ജോലി കിട്ടിയത് കൊണ്ട് അഹങ്കാരം പറയണമൊന്നുമല്ല. ജോലിയും ചെയ്യണം, അതിൻ്റെ ഒപ്പം സുവിശേഷ വേലം കൂടി ചെയ്യുവാണെങ്കിൽ ഞാൻ പറഞ്ഞ ആരുടെ മുമ്പിൽ കൈ നീട്ടരുത് ഒരു ദൈവദാസൻ. ഒരു ദൈവദാസൻ ആരുടെ മുമ്പിലും കൈ നീട്ടാതെ ജീവിക്കുവാനുള്ള എല്ലാ കാര്യത്തിനും നാം പ്രാർത്ഥനായിരിക്കണം. സഭ എന്തെങ്കിലും തന്നെ സന്തോഷത്തോടെ സ്വീകരിക്കുക, തന്നില്ലെങ്കിൽ സന്തോഷത്തോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം അടുത്ത വർഷമെങ്കിലും അവർക്ക് തരുവാനുള്ള കൃപ കർത്താവ്
കൊടുക്കുവാൻ വേണ്ടി. ഇപ്പൊ ചിലർക്ക് നമുക്ക് ദശാംശം തരുവാൻ കഴിഞ്ഞവർ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ദൈവദാസന്മാരെ എന്താ പ്രാർത്ഥന? ദൈവമേ, അവർക്ക് ഇപ്പോൾ തരുവാൻ അവരുടെ കൈ പൈസ ഇല്ല, അതുകൊണ്ട് അവർക്ക് തരുവാൻ ദശാംശം കൊടുക്കാനുള്ള പൈസ കർത്താവ് അവർക്ക് ഒരു നന്മ ചെയ്ത് അവർ നിങ്ങൾക്ക് ദശാംശം കൊണ്ടു തരും. അപ്പോൾ രണ്ട് രീതിയിൽ സ്നേഹിക്കാൻ പാടില്ല. കാരണം ഒരിക്കലും പൗലോസോ യേശുക്രിസ്തുവോ ആ രീതിയിൽ ആരെയും സ്നേഹിച്ചതായി വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നില്ല. ദശാംശം കുറച്ച് തരുന്നവർ ഒരളവിലും ദശാംശം കൂടുതൽ തരുന്നവർ ഒരു രീതിയിലും സ്നേഹിച്ചതായി പൗലോസിന്റെ ലേഖനങ്ങളിലോ മറ്റ് ലേഖനങ്ങളിലോ യേശുക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നോ അല്ലെങ്കിൽ പഴയ നിയമത്തിലോ ഒന്നും നമ്മൾ കാണുന്നില്ല. എല്ലാവരെയും ഒരേ രീതിയിലാണ് യേശുക്രിസ്തു സ്നേഹിച്ചതും യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ സ്നേഹിച്ചതും. പല സഭകളുണ്ട്. കാരണം നമ്മളെ സഭകളെ പോലത്തെ ചില സഭകൾ സാമ്പത്തികത്തിൽ ഉന്നതിയിലുള്ള സഭകളുണ്ട്, ചില സഭകൾ വളരെ സാമ്പത്തിക നിലവാരം കുറഞ്ഞ സഭകളുണ്ട്. അപ്പോൾ ഈ സഭകളിലെല്ലാം ഉള്ള വിശ്വാസികളുണ്ട്. ചിലർക്ക് സമ്പാദ്യം ഉള്ളവരുണ്ട്, സാമ്പത്തികം കുറഞ്ഞവരുണ്ട്, ഒന്നുമില്ലാത്തവരുണ്ട്. അവർ പലരും നമ്മുടെ സഭ. നിങ്ങൾക്കറിയാവോ, ഒരിക്കൽ യേശുക്രിസ്തു ഒരു വിധവയെ നോക്കി പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ പലപ്പോഴും അതാണ് ഓർക്കുന്നത്. ആ വിധവയുടെ കയ്യിൽ ഒരു നാണയമുണ്ട്. അവളെ ജീവിതത്തിൽ അവൾ അധ്വാനിച്ചിട്ട് കിട്ടിയ ഒരു നാണയം അവൾ ആലയത്തിൽ കൊണ്ട് ഇടുമ്പോൾ യേശുക്രിസ്തു തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അവളെ ഇല്ലായ്മയിൽ അവളെ ഇട്ടു എന്നാണ് കർത്താവ് അതുപോലും നോക്കി എന്നാണ്. നിങ്ങൾക്കറിയാവോ, ദൈവദാസന്മാരെ, നിങ്ങൾ ദശാംശം തരുന്നവരെ നോക്കി അളന്നും കുറിച്ചും സ്നേഹിക്കുമ്പോൾ കർത്താവ് ആ സ്ത്രീയെ ആ ഒരു മാതാവിനെ അല്ലെ ആ ഒരു പ്രായം ചെന്ന ആ മാതാവിനെ യേശുക്രിസ്തു എങ്ങനെ നോക്കിയത്? ശിഷ്യന്മാരോട് യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷമാണ് എനിക്ക് തോന്നുന്നു ആ കഥ അവിടെ രേഖപ്പെടുത്തി, ആ സംഭവം രേഖപ്പെടുത്തിയ. ആ വിധവ അവളെ കയ്യിലുള്ള ഒരു നാണയത്തട്ട് അവിടെ കൊണ്ട് യേശു അതിൽ പ്രസാദിച്ചു. യേശു അവിടെ കൂടുതൽ പൈസ കൊണ്ട് ഇട്ടവരിലല്ല യേശു പ്രസാദിച്ചത്. യേശു പ്രസാദിച്ചത് ആരെയാണ്? ആ ഒരു നാണയം ഇട്ട അല്ലെങ്കിൽ ഒന്നുമില്ലായ്മ ആ മാതാവിന്റെ കയ്യിലുള്ള ഒരു നാണയം ഇട്ടപ്പോൾ ദൈവം അതിൽ പ്രസാദിച്ചു. യേശു സന്തോഷിച്ചു. നിങ്ങൾക്ക് 100 രൂപ ദശാംശം തരണം, അവരിലും നിങ്ങൾ സന്തോഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങൾക്കറിയാവോ, ആ മാതാവ് 1 രൂപ നാണയം ഇട്ടപ്പോൾ യേശുക്രിസ്തു അതിൽ സന്തോഷിച്ചു എങ്കിൽ നിങ്ങൾക്ക് 10 രൂപയോ അല്ലെങ്കിൽ 50 രൂപയോ ദശാംശം തരണ ആ ദൈവമക്കളെ നിങ്ങൾ സന്തോഷിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമോ? എന്നാൽ നിങ്ങൾ യേശുക്രിസ്തുവിന്റെ മകനായിത്തീരും. അതായിരിക്കണം സുവിശേഷം. ക്രിസ്തു നമ്മളെ പഠിപ്പിച്ച അങ്ങനെ. യേശു അവിടെ നേർച്ചയിട്ട അനേകരിട്ട് കൂടുതൽ പൈസ ഇട്ടവർ, കുറെ പൈസ ഇട്ടവരെ കണ്ടോ? ശിഷ്യന്മാരോട് യേശു പറഞ്ഞു, കണ്ടോ, അവൻ എനിക്ക് 10,000 ഇട്ട് തന്നു, അവൻ ഈ സ്വോത്ര സഞ്ചിയിൽ 100 രൂപ ഇട്ട് തന്നു. അതുകൊണ്ട് അവനെ കണ്ടു പഠിക്കാനല്ല യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത്. 1 രൂപ നാണയം ഇട്ട് ആ മാതാവിനെ നോക്കി കൈ ചൂണ്ടി യേശു പറഞ്ഞു, ആ വിധവയെ നോക്ക്, അല്ലെ ആ സ്ത്രീയെ നോക്ക്, അവൾ ഇല്ലായ്മന് എനിക്ക് വേണ്ടി 1 രൂപ അവളെ അധ്വാനത്തിൽ ഒരു അംശം എനിക്ക് തന്നു എന്നാണ് കർത്താവ്. അവൾ പ്രസാദിച്ചു കർത്താവ്. ആ ഒരു മാതാവിൽ, ആ 1 രൂപ നാണയമിട്ട ആ ഒരു മാതാവിൽ ക്രിസ്തു പ്രസാദിച്ചു. അപ്പോൾ യേശുക്രിസ്തു സാമ്പത്തികം കുറെ തരുന്നവരെയും കുറച്ച് തരുന്നവരെ ഒരേ രീതിയിലാണ് യേശു സ്നേഹിച്ചതായി വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി അപ്പോസ്തലൻ പത്രോസാണ് ആദ്യത്തെ ഫിലിപ്പിയൻ സഭയിലെ ആദ്യത്തെ ബിഷപ്പ് എന്ന ചരിത്രത്തിൽ പറയുന്നുണ്ട്. പൗലോസും പത്രോസിലേക്കും അങ്ങനെ തന്നെയായിരുന്നു. പലപ്പോഴും താൻ പത്രോസിന്റെ ലേഖനം എഴുതുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ഒന്നുമില്ലെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, അവന് വേണ്ടി കാത്തിരിക്കണം. പത്രോസിലെ 1 പത്രോസിലെ 5-ാമത്തെ 6-7 തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുന്ന വെള്ളമുള്ള കാര്യങ്ങൾ താനിരിപ്പേൻ, നിങ്ങളെ സകല ചിന്തകൾ അവൻ. ദശാംശം തന്നില്ലെങ്കിലും ഒരു ദൈവദാസൻ ആ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടമപ്പെട്ടവനാണ്. പക്ഷെ പല പാസ്റ്റർമാർ അത് ചെയ്യുന്നില്ലെന്ന് ഞാൻ പല വേദികളിൽ ഞാൻ മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ട്. ദശാംശം കൂടുതൽ തരുന്നവർ ഇങ്ങനെ പൊക്കിപ്പിടിക്കും. എല്ലാ സഭകളും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ 5-6 സഭകളിൽ പോയപ്പോൾ ആ സഭയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ദശാംശം കൂടുതൽ തരുന്നവരൊക്കെ ഇങ്ങനെ വലിയ സ്നേഹിച്ച് വലിയ ബഹുമാന. എല്ലാ ദിവസവും ദശാംശം കിട്ടുമ്പോഴും എന്താ പറയേണ്ടത്,
ഉദാഹരണം എൻ്റെ ദൈവമക്കളെ പറയേണ്ടത്, ഈ ദശാംശം കിട്ടുമ്പോൾ ഈ ചാകര വരുമ്പോൾ മുക്കുവന്മാർക്കെല്ലാം ആഹ്ലാദ പ്രകടനം പോലെയാണ് ദശാംശം കൂടുതൽ വരുമ്പോൾ ഉപദേശിമാർക്ക്. എന്നെ ദശാംശം ഒരു ദിവസം കുറഞ്ഞോ, അന്നത്തെ പ്രസംഗം ദശാംശത്തെ കുറിച്ചാണ്. ഇതൊക്കെ ക്രിസ്തു പഠിപ്പിച്ചോ? അല്ലെങ്കിൽ അപ്പോസ്തലൻ പൗലോസ് പ്രസംഗിച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മളെ ഈ ക്രിസ്തീയ കോൾ എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവും അപ്പോസ്തലന്മാരും അവരുടെ ഉപദേശപ്രകാരമാണ് ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം. ക്രിസ്തു എന്ന അടിസ്ഥാനത്തിൽ ക്രിസ്തുവിന്റെ ഉപദേശത്തിലും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ കാണിച്ചു തന്നെ ക്രിസ്തു കാണിച്ചു തന്ന ഉപദേശ മാർഗപ്രകാരമാണ് ഈ ക്രൈസ്തവ സഭയുടെ അടിസ്ഥാനം. ക്രിസ്തുവാണ് അതിന്റെ മൂലക്കല്ല. അപ്പൊ ഈ ക്രിസ്തുവോ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരോ ഈ ദശാംശം തരാത്തതിനെ കുറിച്ച് എവിടെയെങ്കിലും ഈ സഭ എനിക്ക് ദശാംശം കുറച്ചു തരണോ, അല്ലെങ്കിൽ ഇവരെനിക്ക് ദശാംശം തന്നില്ല, അടുത്ത തവണ നിങ്ങൾ ദശാംശം കൂടുതൽ തരണം. സഭയുടെ പല ബുദ്ധിമുട്ടുകളും പൗലോസിനുണ്ടായിട്ടുണ്ട്. ആ സമയത്ത് പൗലോസ് എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ലായ്മയിൽ നിന്നും ബുദ്ധിമുട്ടുണ്ടായിരുന്നിട്ടും ഫിലിപ്പിയൻ സഭ ഞങ്ങളെ ഓർത്ത് ഞങ്ങളെ ബുദ്ധിമുട്ടി ഞങ്ങളെ സഹായിച്ചുവൻ എടുത്ത് പറയുവാൻ പൗലോസ് മറന്നുപോയില്ല ദൈവദാസന്മാരെ. നിങ്ങൾക്കറിയാവോ, പൗലോസ് 1 രൂപ കൊടുത്ത അല്ലെങ്കിൽ കുറച്ച് പൈസ കൊടുത്ത ഫിലിപ്പിയൻ സഭയെയും എന്റേത് മറ്റു സഭകളോട് ചേർത്ത് പറയുവാൻ അദ്ദേഹം എടുത്തു പറയുന്ന സഭകളുടെ ലിസ്റ്റുകളിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഫിലിപ്പിയൻ സഭയാണ്. എന്ത് യോഗ്യത ഉണ്ടോ വെച്ചാൽ ഒന്നുമില്ല, ദാരിദ്ര്യത്തിൽ ഏറ്റവും താഴ്ന്ന സഭ. പൗലോസിന്റെ സഭാ ജീവിതത്തിൽ ഏറ്റവും കുറഞ്ഞ സമ്പാദ്യം ലഭിക്കുന്ന സഭയാണ് ഫിലിപ്പിയൻ. ആ സഭയെക്കുറിച്ച് പോലും പൗലോസ് മുന്നിൽ നിന്ന് പറയുകയാണ്, അവർ ഇല്ലായ്മ എനിക്ക് തന്നുവെന്ന് തന്റെ അടുത്തോടെ പൗലോസ് ലീഗ പറയണം. അതുപോലെ ആയിരിക്കണം ദൈവദാസന്മാരെ. നമുക്ക് തരുന്നവരെയും പൗലോസ് നോക്കുക, അദ്ദേഹത്തിന് തരുന്നവരെ കൂടുതൽ സ്നേഹിച്ച് ചെയ്തില്ല. അദ്ദേഹത്തിന് അല്ലേ പൗലോസ് ലീഗ നോക്കൂ, ദശാംശം തരുന്നവരെ കൂടുതൽ സ്നേഹിക്കും, ദശാംശം തരാത്തവരെ കുറച്ച് സ്നേഹിക്കുന്നതായി വേദപുസ്തകത്തിൽ പൗലോസിന്റെ ഒരു ലേഖനത്തിൽ. ഇനി പൗലോസ് ഏതെങ്കിലും സഭയെ ചെന്നിട്ട് പ്രസംഗിച്ചതായി നിങ്ങളൊന്ന് പറ, ദശാംശം താ അല്ലെങ്കിൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കില്ല എന്ന് പറഞ്ഞതായി എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു വേദവാക്യത്തിലുണ്ടോ? ഞാൻ ഈ കുറെ തവണ വേദപുസ്തകം വായിച്ചിട്ടുണ്ട്, എന്റെ അറിവിലില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞുതാ. എന്റെ അറിവിലില്ല പ്രിയരെ. കാരണം ഞാൻ ഇതുവരെ വായിച്ചിട്ട് പൗലോസ് ലീഗ കൊരിന്ത്യൻ സഭയെ പൗലോസ് പല പ്രാവശ്യം പോയിട്ടുണ്ട്, ഫിലിപ്പിയൻ സഭയിൽ പോയിട്ടുണ്ട്, ഗലാത്യ സഭയിൽ പോയിട്ടുണ്ട്, അതേപോലെ തന്നെ എഫേസസ് സഭയിൽ പോയിട്ടുണ്ട്. പല സഭകളും പൗലോസ് പോയിട്ടുണ്ട്. അന്ത്യോക്യ സഭയിൽ പോയിട്ടുണ്ട്. അവിടെ ഒന്നും ചെന്ന് പൗലോസ് ദശാംശം താ പിരിവ് താ അത് താ ഇത് താരണം പൗലോസ് ജനത്തെ ശല്യപ്പെടുത്തിയതായൊന്നും വേദപുസ്തകത്തിലില്ല. ഇതെല്ലാം വേണം, സഭ വളരാൻ ഇതെല്ലാം വേണം. പക്ഷെ ഇതെല്ലാം ദൈവമക്കൾ കണ്ടറിഞ്ഞ് നിങ്ങൾക്ക് തരുവാണെങ്കിൽ അത് സ്വീകരിക്കണം. നിങ്ങൾ ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കരുത്, ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കപ്പെടുത്തരുത്. കാരണം ദൈവദാസന്മാർ ജോലി ചെയ്തെന്ന് പറഞ്ഞ ഒരു ബുദ്ധിമുട്ടുമില്ല. ജോലി ചെയ്യുകയും നല്ല കാര്യമാണ്. പൗലോസ് ജോലി ചെയ്യുകയും ദൈവവേല ചെയ്തതായും വേദപുസ്തകത്തിൽ പറയുന്നു. പ്രിയപ്പെട്ടവർ, അങ്ങനെ നിങ്ങളും ചെയ്യാൻ പഠിക്കും. അദ്ദേഹം രാവിലെ റബ്ബർ വെട്ടാൻ പോകും, അതിന്റെ ശേഷം ആ ദൈവദാസൻ സ്കൂൾ ബസ് ഓടിക്കാൻ പോകും. അതിന്റെ ശേഷം ഞങ്ങളെ മുന്നത്തെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്നു അദ്ദേഹം. നിങ്ങൾക്കറിയായിരിക്കും ആ ദൈവദാസനെ. അപ്പൊ പ്രിയപ്പെട്ടവരെ, ഞാൻ പലപ്പോഴും ആ ദൈവദാസന്റെ ആ മാർദ്ദിക ഞാൻ പലപ്പോഴും എനിക്ക് അഭിമാനമായിട്ടുണ്ട്. ആരും മുമ്പ് കൈ നീട്ടാതെ സ്വന്തമായി വിശ്വാസികൾക്ക് വരുമ്പോൾ വിശ്വാസികൾ കൊടുക്കുന്ന ദശാംശമായിട്ട് എല്ലാ കാര്യങ്ങൾക്കും അദ്ദേഹം എൻ്റെ ഞാൻ പറയാൻ കാരണം, എൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ദശാംശം തരുന്നവരെയും കുറച്ച് തരുന്നവരെയും കൂടുതൽ തരുന്നവരെ ഒരുപോലെ സ്നേഹിക്കുവാൻ ഇനിയെങ്കിലും ദൈവദാസന്മാർ പഠിക്കണമെന്ന്. അല്ലെങ്കിൽ നിങ്ങൾ ഈ സമ്പാദ്യമൊന്നും ഒരു കാലഘട്ടം നിലനിൽക്കുകയില്ല. നമുക്ക് സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യണത്. ഈ സഭയെ വളർത്തുന്നതും സഭയ്ക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നതും കർത്താവാണ്. കർത്താവ് തരും. നിങ്ങൾ മുഴങ്കാലം മടക്കി പ്രാർത്ഥിച്ച ദൈവദാസന്മാരെ നിങ്ങളെ സഭയ്ക്ക് വേണ്ടിയും നിങ്ങളെ കുടുംബത്തിന് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടി എല്ലാം ദൈവം തരും. അത് വിശ്വാസികൾ മുഖാന്തരം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വാതിൽ തുറന്ന് കർത്താവ് തരും. അങ്ങനെ വിശ്വസിക്കുന്ന ഒരു സുവിശേഷ പ്രവർത്തകനാണ് ഞാൻ. ഇന്നോളം കർത്താവ് എന്നെ അങ്ങനെയാണ് നടത്തിയതും പോറ്റിയതും പുലർത്തിയതും. ഇതുവരെയും കർത്താവിന്റെ മുമ്പ് ഞാൻ ചോദിച്ചിട്ടുണ്ട്, അതെല്ലാം കർത്താവ് തന്നിട്ടുണ്ട്.
അപ്പൊ ഞാൻ നിങ്ങൾ പറഞ്ഞതിന്റെ കാര്യം എന്താ ചോദിച്ചാൽ, കർത്താവായ യേശുക്രിസ്തു ഇന്നും ജീവിക്കുന്നുണ്ട്. ദൈവദാസന്മാരെ ബാലസിംഹം ഇരകിട്ടാതെ വിസന്നിരിക്കുമ്പോൾ യഹോവയെ അന്വേഷിക്കുന്ന ഭക്തന്മാർക്ക് ഒന്നിനും കുറവ് വരികയില്ലെന്ന ദൈവദാസന്മാരെ പോറ്റുന്ന ദൈവമാണ്. അതുകൊണ്ട് ദശാംശം കുറച്ച് തരുന്നവരെയും കൂടുതൽ തരുന്നവരെ ഒരു രീതിയിൽ സ്നേഹിക്കണം. ഞാൻ മുന്നമേ പറഞ്ഞ പോലെ യേശുക്രിസ്തു ആ കുറച്ച് പൈസ തന്നെ വിധവയെ സ്നേഹിച്ചതുപോലെ നമുക്കും ആ മനോഭാവം തന്നെ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട്, നിങ്ങളെ ആരെയും വേദനിപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ എൻ്റെ ഒരു ദുഃഖം നിങ്ങളോട് പറഞ്ഞു എന്നുള്ളത്. ആരും ഒരു വിശ്വാസികളെയും ഒരു ദൈവമക്കളും ദൈവദാസന്മാരെ നമ്മളും മുഖാന്തരം, കാരണം നിന്റെ സഹോദരൻ നീ ഇടർച്ചയായി തീരരുതെന്നാണ് യേശുക്രിസ്തു പഠിപ്പിച്ചത്. നമ്മുടെ വാക്കുകളിൽ നിന്നോ നമ്മുടെ സംസാരത്തിൽ നിന്നോ നമ്മുടെ വചനപ്രഭാഷണത്തിൽ നിന്നോ ഒരു വ്യക്തികൾക്കും ഒരു മനുഷ്യനും മുറിവേൽക്കാൻ പാടില്ല. കാരണം ക്രിസ്തു എല്ലാവരും ഒരേ രീതി സ്നേഹിച്ചു. അപ്പോസ്തലന്മാരും അതുപോലെ തന്നെ സ്നേഹിച്ചു. ദശാംശം കുറച്ച് തരുന്നവരെയും കൂടുതൽ തരുന്നവരെ ഒരുപോലെ സ്നേഹിക്കണം. ഇല്ലായ്മയിൽ നിന്ന് തരുന്നവരെ ഉള്ളതിൽ നിന്നും തരുന്നവരെയും സ്നേഹിക്കുവാൻ ദേവദാസന്മാർ പഠിക്കണം. കാരണം എനിക്ക് നിങ്ങളോട് ആരോടും വൈരാഗ്യമോ ഒന്നുമില്ല. പക്ഷേ പലതും കാണുമ്പോൾ തുറന്നു പറയേണ്ടത് ആവശ്യത ഉള്ളതായിക്കൊണ്ടാണ് തുറന്നു പറയേണ്ടത്. കാരണം ദശാംശം എന്നുള്ളത് അത് ദൈവത്തിന് കൊടുക്കേണ്ട ഒരു കടമയാണ്. അത് ദൈവമക്കൾ കൊടുക്കും. അവരുടെ കയ്യിൽ വരുമ്പോൾ, അവർക്ക് ലഭിക്കുമ്പോൾ, അവരുടെ കയ്യിൽ ഉള്ളപ്പം ഒരു ദൈവ പൈതൽ എൻ്റെ ദശാംശം തരും. നമ്മളെപ്പോഴും ചോദിക്കരുത്. ഒരിക്കലും ഞാൻ ആന്ധ്രയിലൊക്കെ ദൈവവേല ചെയ്യുമ്പോൾ അവിടുത്തെ ദൈവദാസന്മാർ ആരും ഇങ്ങനെ ചോദിക്കണം ഞാൻ കണ്ടിട്ടില്ല. അവർക്ക് 5 രൂപ 2 രൂപ 10 രൂപയ്ക്ക് ദശാംശം കൊണ്ടു കൊടുക്കണം. അവരാരും ഇങ്ങനെ പ്രസംഗിക്കണം. ഞാൻ പല സ്ഥലങ്ങളിൽ പോയി ദൈവവേല ചെയ്യുന്ന ഒരു സഞ്ചാര സുവിശേഷകനാണ്. എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഈ കേരളത്തിലെ പാസ്റ്റർമാർ മാത്രം ഇങ്ങനെ ദശാംശം താ എന്ന് പറഞ്ഞ് നിലവിളിച്ച് പ്രസംഗിക്കുന്ന ദൈവദാസന്മാരെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ എൻ്റെ ഒപ്പം ആന്ധ്രാപ്രദേശിലേക്ക് വാ, എൻ്റെ ഒപ്പം തമിഴ്നാട്ടിലേക്ക് വാ. അവിടുത്തെ പാസ്റ്റർമാരെങ്ങനെ ദൈവവേല ചെയ്യുന്ന കണ്ടുപഠിക്കുക. അവർ അടിയും കൊണ്ട് തള്ളും കൊണ്ട്, ചിലപ്പോൾ കുടിക്കാൻ വെള്ളമില്ല, കിലോമീറ്റർ നടന്ന് ഗ്രാമങ്ങളിൽ പോയി സഞ്ചരിച്ച് വേണം ദൈവവേല ചെയ്യാൻ. അവർ ചിലപ്പോൾ ഞാനൊരു വട്ടം ആന്ധ്രാപ്രദേശ് പോയ സമയത്ത് ഞങ്ങൾ കൃഷ്ണനദി കടന്ന് കിലോമീറ്റർ നടന്ന്, ഞങ്ങൾക്ക് ദാഹിച്ചു, വെള്ളമില്ല. ഞാനുണ്ട്, എൻ്റെ ആന്ധ്രയിൽ ദൈവവേല ചെയ്യുന്ന കുറച്ച് ദൈവദാസന്മാർ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങൾ നടന്ന് ആ ഗ്രാമത്തിൽ എത്തിച്ചത്. അവർ ഞങ്ങൾക്ക് തന്നെ പൈസ എത്രയാണ് അറിയാവോ? കുറച്ച് പൈസ. ഞാനത് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചു. അവരെനിക്ക് ദശാംശം തന്നു, അതും കുറച്ചാണ്. ഞാൻ പറയാൻ കാരണം എന്താ അറിയാവോ? നമ്മൾ ദൈവദാസന്മാരാണ്. ദൈവമക്കൾ കുറച്ച് തന്നാലും കുറെ തന്നാലും അത് സന്തോഷത്തോടെ വാങ്ങിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ആശീർവദിക്കുക, അവരെ അനുഗ്രഹിക്കുക, അവരെ ഇല്ലായ്മകൾ മാറുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതിന് ദൈവദാസന്മാർക്ക് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവദാസന്മാരെ ആരെയും വ്രണപ്പെടുത്താൻ വേണ്ടിയല്ല. ഇനിയെങ്കിലും നിങ്ങൾ വേദപുസ്തകം പഠിക്കുക. പൗലോസോ യേശുക്രിസ്തുവോ ആരും ദശാംശത്തെക്കുറിച്ച് പറഞ്ഞ് സഭയെ ബഹളം വെച്ചതായി വേദപുസ്തകത്തിൽ ഞാൻ വായിച്ചിട്ടില്ല. നിങ്ങൾ വായിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ ഒന്ന് ഓർമ്മപ്പെടുത്തുക. എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം ഇട്ട് മറിഞ്ഞ് ദേവദാസ ഇന്ന വായിച്ചിട്ട് ഇന്ന രീതിയിൽ പൗലോസ് ദശാംശത്തെക്കുറിച്ച് വേണമെന്ന് പറഞ്ഞ് സഭയെ പറഞ്ഞ് ബഹളം വെച്ചിട്ടുണ്ടെന്ന് നിങ്ങളൊന്ന് പറ. ഞാൻ അന്ന് എൻ്റെ സുവിശേഷ പ്രവർത്തനം നടത്തും. ഞാൻ തങ്കത്ത് കൈവച്ച് പറയാൻ തൻ്റെ ഉള്ളതുകൊണ്ടാണ് പറഞ്ഞത്. യേശുക്രിസ്തുവോ യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരോ ദശാംശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഒരു വിശ്വാസികളെയും വ്രണപ്പെടുത്തുകയോ അവരെ കുത്തിപ്രസംഗിക്കുകയോ അവരെ മുറിവേൽപ്പിക്കുകയോ ചെയ്തതായി വേദപുസ്തകത്തിലില്ല. നമ്മൾ യേശുക്രിസ്തുവിനെയാണോ പിന്തുടരുന്നത്? യേശുക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശമാണോ പിന്തുടരുന്നതെങ്കിൽ നിങ്ങൾ വേദപുസ്തകം പഠിക്കുക. എല്ലാ ദൈവദാസന്മാരും വേദപുസ്തകം പഠിച്ചിട്ട് ദൈവവേലയ്ക്ക് ഇറങ്ങിയത്. പക്ഷേ ദൈവവേലയിലേക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പൈസയൊക്കെ ഇച്ചിരി കൂടിക്കഴിയുമ്പോൾ അവർ ദൈവത്തേക്ക് ഒരു വശത്തേക്ക് വലിച്ചെറിയും. പിന്നെ പൈസയുടെ പിറകിലേക്ക് അങ്ങനെയൊക്കെ പോയ ലാസ്റ്റ് ബിലയാമിനെപ്പോൾ ഏതെങ്കിലും അപകടത്തിൽ ചെന്നപ്പെടും. അതുകൊണ്ട് മടങ്ങി വാ. ദശാംശമൊക്കെ തരുന്നവരെയും തരാത്തവരെയും കുറച്ച് തരുന്നവരെയും ഒക്കെ അളന്നും കുറിച്ചും സ്നേഹിക്കാതെ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുവാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ. അതിന് കർത്താവായ മിശിഹാ നിങ്ങളെല്ലാം തുണയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. ആമേൻ.